സാൽവേഷൻ ആർമി എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ജനറൽ വില്യം ബൂത്ത് പറഞ്ഞതത്രേ, ഹൗ ക്യാൻ യു കൺവിൻസ് എ മാൻ ഓഫ് ദി ലവ് ഓഫ് ഗോഡ് ഇഫ് ഹിസ് ഫീറ്റ് ആർ പെരിഷിംഗ് വിത്ത് ദി കോൾഡ്? ഒരു മനുഷ്യൻ്റെ കാലുകൾ തണുപ്പുകൊണ്ട് മരവിച്ച് ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ കഴിയും? തണുപ്പുകൊണ്ട് മരവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗമല്ല, അവൻ്റെ തണുപ്പ് മാറ്റിക്കൊടുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ആവശ്യം. നാം എല്ലാവരും വാതോരാതെ സംസാരിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കരാണ്. സംസാരിക്കുന്ന കാര്യം പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു അന്യായം നാം ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങൾ നാം അറിയുന്നുണ്ട്, അറിഞ്ഞിട്ടും നാം അറിയാത്ത ഭാവത്തിൽ നടക്കുന്നു. പല കാര്യങ്ങൾ നാം കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട്, കണ്ടിട്ടും നാം കാണാതെ പോകുന്നു. ഇത് നമ്മെ അമ്പരിപ്പിക്കുന്ന ഒരു കണക്ക് കേൾക്കുക. പട്ടിണി മൂലം 5 വയസ്സിന് താഴെയുള്ള 6 മില്യൺ കുഞ്ഞുങ്ങൾ ഓരോ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു. ലോക ജനസംഖ്യയിൽ 7 പേരിൽ ഒരാൾ വിശപ്പുള്ളവരായി ഓരോ രാത്രിയിലും കിടക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ 3 ധനാഢ്യരുടെ മൊത്തം സമ്പത്തിൻ്റെ കണക്കെടുത്താൽ അത് 48 പാവപ്പെട്ട രാജ്യങ്ങളിലെ മൊത്തം ദേശീയ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതലായിരിക്കും. പലരും ചെയ്യേണ്ടിയത് ചെയ്യാതെ പോകുന്നു. ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആവശ്യമുള്ള ആഹാരത്തെക്കാൾ അധികമായി കർത്താവ് തന്നു. എന്തിനു വേണ്ടി? ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്ക് അത് കൊടുക്കുവാൻ വേണ്ടി. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 10,000 പോഷിപ്പിച്ച അനന്തരം ശേഷിച്ച കഷണം 12 കൊട്ടയിലാക്കി. എന്തിനു വേണ്ടി? ആഹാരമില്ലാത്തവർക്ക് അത് കൊടുക്കുവാനായി. തിരുവചനം പറയുന്നു, 41-ാം സങ്കീർത്തനം 1-ാം വാക്യം, ബ്ലെസ്സഡ് ഈസ് ഹി ഹൂ കൺസിഡേഴ്സ് ദി പുവർ. എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. വി ആർ ബ്ലെസ്ഡ് ടു ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. നാം അനുഗ്രഹിക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാനായിട്ടാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കുന്നത് തൽക്കാലം നാം നിർത്തിവെച്ചിട്ട് മറ്റുള്ളവർക്ക് നാം അനുഗ്രഹമായതിൻ്റെ കണക്കെടുക്കുവാൻ ആരംഭിക്കുക. ഒരുപക്ഷെ ആ കണക്ക് കാണുമ്പോൾ നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. മദർ തെരേസയുടെ ഒരു വാചകം അത്രേ, ഇഫ് യു കാൺ ഫീഡ് 100 പീപ്പിൾ ദെൻ ഫീഡ് ജസ്റ്റ് 1. ഒരു 100 പേർക്ക് ഭക്ഷണം നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഒരാൾക്കെങ്കിലും കൊടുക്കുക. I can do things you cannot. You can do things I cannot. Together we can do great things. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഒരുമിച്ച് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. Have a blessed day.